കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ചതാണ് ഒരു വാക്യം. ഇവിടെ വായിച്ച് ചില കാര്യം കൂടെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. പശ്ചാത്തലം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവൻ നമ്മോട് സംസാരിച്ചു. യാക്കോബിനോട് ഉള്ളതായ വാക്യമാണെങ്കിലും നമ്മോട് സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നാം യാക്കോബിനോട് സംസാരിച്ചതായ 6 സന്ദർഭങ്ങൾ കാണുവാൻ കഴിയുന്നു. അഞ്ചാമതായി കഴിഞ്ഞ ആഴ്ച 35-ാം അധ്യായത്തിൽ വായിച്ചു. അവിടെ 4-ാമതായി സംസാരിച്ച വിഷയമായിരുന്നു 1-ാം വാക്യത്തിൽ നാം വായിച്ചു. ബഥേലിലേക്ക് പോകുവാൻ നിങ്ങൾ കൽപ്പിക്കുന്നു എന്നും ബഥേലിലേക്കുള്ളതായ യാത്രയ്ക്ക് മുമ്പായി അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളഞ്ഞതായി കാണുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഏതൊരു അന്യദേവന്മാരുണ്ടായിരുന്നുവെന്നും അന്യദേവന്മാരുണ്ടെന്നുള്ളതായ നമുക്കുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നാം ചിന്തിച്ചു. 2-ാമതായി വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവരെ ഞങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറിയതായി കാണുവാൻ കഴിയുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വസ്ത്രം മാറുക എന്ന് പറയുമ്പോൾ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ എഫേസ്യർ 4:22 പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഉള്ളിലെ ആത്മാവിനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് പുതിയ മനുഷ്യൻ ധരിച്ചുകൊള്ളിൽ പഴയ വസ്ത്രങ്ങളൊക്കെ മാറി പുതിയ വസ്ത്രം ധരിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരായി ഫലങ്ങൾ നിറഞ്ഞവരായി സത്യത്തിന്റെ ഫലമായി തീർന്നു മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പഴയ മനുഷ്യനെ പഴയ സ്വഭാവങ്ങളെ ഒക്കെ നാം നീക്കേണ്ടിയിരിക്കുന്നു. ബഥേലിലേക്ക് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യാക്കോബേ നീ ബഥേലിലേക്ക് പോകുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ യാക്കോബ് ചെയ്യുന്നത് അന്യദേവന്മാരെല്ലാം നീക്കിക്കളയുന്നു. രണ്ടാമതായി ചിന്തിക്കുന്നത് പോലെ അവർ വസ്ത്രം മാറും, നമ്മളെ ശുദ്ധീകരിക്കുന്നതായി കാണുവാൻ കഴിയും. യേശുവിന്റെ വരവേറ്റ വാസനമായി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിത വസ്ത്രത്തെ നാം നന്മയാക്കേണ്ടിയിരിക്കുന്നു. പലർക്കൊന്നും താല്പര്യമില്ല, പഴയ സ്വഭാവം തന്നെ ജീവിക്കുകയാണ്. മുമ്പിലത്തെ കാലത്തുള്ളതായ നമ്മുടെ ജീവിതം പോയതായ കുറവുകളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് വിനായകർക്കാടിലേക്ക് നമുക്ക് ചെല്ലാം. ഞങ്ങളെ വിശുദ്ധീകരിക്കും. വീണ്ടും നാം വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അവർ തങ്ങളുടെ കാതുകളിലെ കുണുക്കുകളെ ഒക്കെയും കുണുക്കുകളെയും യാക്കോബിന്റെ മക്കൾ കൊടുത്തു. കരിവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടെന്ന് കാണുവാൻ കഴിയും. കാതുകളിലെ കുണുക്കുകൾ, വ്യർത്ഥമായ സൗന്ദര്യങ്ങൾ, വ്യർത്ഥമായ അലങ്കാരങ്ങൾ. സാക്ഷ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ ശലോമോൻ പറയുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവും എന്ന് എഴുതിയിരിക്കുന്നത്. 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയില്ല. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നത് വ്യർത്ഥമായ അലങ്കാരങ്ങൾ ദൈവമക്കൾക്ക് പാടില്ല. ബഥേലിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബഥേൽ ദൈവസന്നിധി, ദൈവഭവനം. അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളുള്ളതായ കാതുകളിലെ കൊടുക്കുകൾ അല്ലെങ്കിൽ വ്യർത്ഥമായ അലങ്കാരങ്ങൾ, അതായത് മുമ്പുല ഭാഷയിൽ കാണുന്ന വ്യർത്ഥമായ അലങ്കാരങ്ങൾ. ഇത് മനുഷ്യൻ സൗന്ദര്യത്തിന് വേണ്ടി പലതും ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഒരു സാരി റോസ് സാരി വാങ്ങിച്ചാൽ ചെരുപ്പ് റോസായിരിക്കും, പിന്നെ വാച്ച് റോസായിരിക്കും, പൊട്ട് റോസായിരിക്കും. നമ്മളിവിടെ എല്ലാം പുറമെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നു, എല്ലാം റോസായിരിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
ആരും നോക്കിപ്പോ ഫുൾ റോസ് മയം. കല്യാണങ്ങൾക്ക് ഇപ്പോൾ കളർ കോഡ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാണാൻ കഴിയും. പെന്തക്കോസ്തുകാരായ ദൈവമക്കളും അതിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ലോകത്തിൻ്റെതായ ആഡംബരങ്ങളിലേക്ക്, വേഷവിധാനങ്ങളിലേക്ക് നാടോടുമ്പോൾ നടുവെ ഓടുന്ന നിലവാരം പാടില്ല. പ്രിയമുള്ളവർ, നമുക്കൊന്നും പ്രമാണമില്ല. കണ്ടുവരുന്ന വിഷയം അതാണ്. യൂണിഫോം നിങ്ങളുണ്ടോ, കളർ കോഡുണ്ടോ, വെള്ള വസ്ത്രം ഇടുകയാണെന്ന് നോക്കട്ടെ. കളർ കോഡ് എല്ലാവരും വെള്ളം, ചെക്കലും പെണ്ണും എല്ലാം വെള്ളം. അപ്പോൾ ഇതെല്ലാം വ്യക്തമായിട്ടുള്ളതായ സൗന്ദര്യങ്ങൾ, അലങ്കാരങ്ങൾ. അതുകൊണ്ട് നമുക്ക് പാടില്ല. ഇതെല്ലാം ഊരി മാറ്റുകയാണ്. എങ്ങോട്ട് പോകുവാൻ? ബേഥേലിലേക്ക് പോകുവാൻ വേണ്ടി. കർത്താവിന് സ്തോത്രം. റോമാലേഖനം 3:27 വാക്യത്തിലേക്ക് വരുമ്പോൾ, റോമർ 3:27 അവിടെയും വായിക്കുമ്പോൾ വിശ്വാസ മാർഗത്തിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ വന്നുപോയതായതെല്ലാം കണ്ടുപിടിച്ച്, കഴിഞ്ഞ കാലം ചെയ്തു പോയതായ എല്ലാ കർമ്മങ്ങൾ, പ്രവൃത്തികളും കണ്ടുപിടിച്ച്, ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമുക്കെല്ലാം കാശില്ലാണ്ടാണോ സ്വർണം വാങ്ങിച്ചൂടെ? നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകും. ദുശാഠ്യമുള്ള ജനമാണെങ്കിൽ എല്ലാം അടിച്ചു വെച്ച് നടക്കും. ഇന്ന് ഒരു കൂട്ടം ദുശാഠ്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, ഇനി നിങ്ങൾ അടിച്ചിട്ട് എന്ത് ഒരു പ്രയോജനമില്ല, അടിക്കുന്നതോറും പിന്മാറത്തേ ഉള്ളൂ. പക്ഷെ നമുക്കത് പാടില്ല. പുറപ്പാട് 33 വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനം, ഞാൻ ഇവിടെയിൽ നടക്കുവാൻ പോകുകയാണ്. നടക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തലയിൽ കയറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 33 അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചു. അടിവരയിട്ട് വെച്ചോളി. അടുത്ത വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതില്ല. ജനം ദുഃഖിച്ചു. എല്ലാ ബൈബിളിലുള്ളതാണ്. അടുത്ത് ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. അടുത്ത് 6-ാം വാക്യം. എന്ന് മുതല് പർവ്വതം മുതൽ, പഴയ കാലം മുതൽ, ദൈവപ്രമാണം കൊടുക്കുന്ന കാലം മുതൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പെന്തക്കോസ്ത്. ഇത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമൊന്നും അല്ല. ഇത് ബൈബിളിലെ ഉപദേശമാണ്. തിരുവചനമാണ് പറയുന്നത്. ഓരോ പർവ്വതം മുതൽ എന്തുകൊണ്ടില്ല ആഭരണം, പിന്നെ കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ കത്തോലിക്ക കന്യാസ്ത്രീയോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. സിസ്റ്റർ പലരോട് ചോദിക്കാൻ പരിചയമുള്ള ആൾക്കാരോട് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്വർണ്ണാഭരണം ധരിക്കുന്നില്ല? പാവപ്പെട്ട വിശ്വാസികളല്ല അടിച്ചുരുട്ടി പറ അതിന് കണ്ടില്ല. കത്തോലിക്ക കന്യാസ്ത്രീമാർക്ക് എന്താ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾക്ക് സ്വന്തത്ത് പോകണം, ജനങ്ങൾക്ക് ഇടപെടെ പറയുന്നേ അതിനകത്ത് പോകണം. ഞാൻ ചോദിച്ചവരെടുത്തു, വിശ്വാസികൾക്ക് ഒരു കുരിശുമാല ഒരെണ്ണം വെള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മതി എന്ന് പറഞ്ഞാൽ പോലായിരുന്നോ? പ്രസംഗിച്ച് നോക്കട്ടെ. ആൾക്കാരുടെ ഇവിടെ വരും, പെന്തക്കോസ്തിലേക്ക് വരും. പിന്നെ അവസാനം പറയത്തില്ല, സാധാരണ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദുശാഠ്യമുള്ള ജനമാണ് ഇതൊക്കെ ധരിച്ച് നടക്കുന്നുള്ളതായി മറക്കരുത്. പെന്തക്കോസ്തുകാരായിരിക്കത്തില്ല. പറയുന്നത് ശാഠ്യം കുളത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ രണ്ടും കൂടെ വാങ്ങിക്കിട്ടും. ഗോൾഡെങ്കിലും വാങ്ങിക്കിട്ടും. മുക്കുമണ്ഡലം അതെങ്കിലും വാങ്ങിച്ചതിനും വാതിൽ ഇന്നത്തെ അപ്പത്തിൽ കാണുന്നു ഓർക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ വായിക്കുമ്പോൾ ബേഥേലിലേക്കുള്ള യാത്രയാണോ ജീവിതത്തിൽ നാം മാറ്റേണ്ടതെല്ലാം മാറ്റിയിരിക്കുന്നു. യാക്കോബ് ചെയ്തു.
അതെല്ലാം മാറ്റി അവിടെ വെച്ച് എല്ലാ കരിവേലത്തിൽ കരിവേല പ്രതിഷ്ഠയെ കാണിക്കുന്നു. അവിടെ വെച്ച് എല്ലാം കുഴിച്ചിട്ടു. അവിടെ മുന്നോട്ട് യാത്ര ചെയ്തതായി കാണുവാൻ കഴിയുന്ന കർത്താവിന്റെ സ്തോത്രം. വായിച്ചു വരുമ്പോ ദൈവത്തിന്റെ രീതി വീണതുകൊണ്ട് യാക്കോബ് പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. കർത്താവിന് ദൈവഭയം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മേൽ ദൈവഭയം ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാം ഭയപ്പെടുന്നതായി കാണുവാൻ കഴിയുന്നു. ബേഥേലിലേക്കുള്ള യാത്ര ഇങ്ങനെ സകലതും കുഴിച്ചിട്ട് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ബേഥേൽ കൊണ്ടെത്തിക്കും. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വന്ന് ലൂസ് എന്ന ബേഥേലിലെത്തി അവിടെ ഒരു യാഗകുലം പണിതു. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനിക്കുന്നു. യാക്കോബേ, നീ ബേഥേലിലേക്ക് പോകുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ കൽപ്പന പ്രകാരം യാക്കോബ് ചെയ്യേണ്ടതും ക്രമീകരിക്കേണ്ടതും ഒക്കെ ക്രമീകരിച്ചിട്ട് ഇത് മുന്നോട്ട് പോയി. ഇപ്പോൾ ബേഥേൽ വന്ന് ആരും പറഞ്ഞില്ല. ഇപ്പോൾ യാഗകുലമൊക്കെ പണിത് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത് അറിയാമോ? ഇനി അടുത്ത അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 9-10 വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട് നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് പേരാകണം. ഇനിയൊരു സൂത്രവും തന്ത്രവും മാറ്റണമെന്ന് യാക്കോബിന്റെ അഭ്യാസം ഇന്ന് ഒഴിവാക്കിയിട്ട് ഇനി എന്ത് ചെയ്യണം? ഇസ്രായേൽ എന്നുള്ള പേര് ഇതാ കൊടുക്കൽ. പേരാകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പണ്ട് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിലും ജീവിതത്തിൽ യാക്കോബിന്റെ സ്വഭാവങ്ങൾക്കുള്ളത് കൊണ്ട് അപ്പോഴേ സഹോദരനെ ഭാര്യ അവരെല്ലാം പഠിച്ച് നടന്നതായ സ്വഭാവം കാണുവാൻ കഴിയും. അവസാനം സഹോദരൻ വരാൻ നേരത്ത് സഹോദരൻ 400 ആളുമായി വരുമ്പോൾ ആ സഹോദരന്റെ ഇന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി എന്തെല്ലാം തന്ത്രമ മെനഞ്ഞത്. ദാസിമാരെല്ലാം മുമ്പിൽ നിർത്തുന്നു, രണ്ടുപേർക്കും നിർത്തുന്നു, ഏറ്റവും സ്നേഹിക്കുന്ന റാഹേലിനെയും യോസേഫിനെയും എന്നോട് ചേർത്ത് നിർത്തുന്നു. ഈ നിലവാരത്തിലൊക്കെ ആയിത്തീർന്ന യാക്കോബിനെ കാണുവാൻ കഴിയും. ബേഥേലിൽ വന്ന് ദൈവത്തിന് യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ച് ഇപ്പോൾ ദൈവം പറയുന്നു, ഇനി നിന്റെ പേർ ഇസ്രായേൽ എന്ന് തന്നെ ആകണം. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ കൽപ്പന കൊടുക്കുകയാണ് ദൈവം. അതാണ് കർത്താവ് 5-ാമതായി സംസാരിച്ച ഭാഗം. അങ്ങനെ പേര് മാറ്റിക്കൊടുക്കുന്നു. യാക്കോബ് എന്നുള്ള പേര് പൂർണ്ണമായും നീക്കി ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്റെ പേർ ഇസ്രായേൽ എന്ന് പേർ കൊടുക്കുന്നു. ഇന്ന് വരെയും ഭൂതലത്തിൽ ആ പേര് കാണുവാൻ കഴിയും. ഓർക്കണം, ഗൾഫ് രാജ്യങ്ങളുടെ പിന്നെ ഭൂപടത്തിൽ പിന്നെ ഇസ്രായേലിന്റെ പേര് കാണത്തില്ല. എന്നാൽ ലോകരാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും അത് ആ ചെറിയ രാജ്യം ഇസ്രായേലിന്റെ പേര് കാണുവാൻ കഴിയും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭൂപടത്തിൽ അതില്ല പോലും. സത്യം തന്നെയാണ്. കാരണം അവർക്ക് അന്ന് രാജ്യമില്ലെന്ന് അവർ അവകാശപ്പെടുന്നു. പലസ്തീൻ മാത്രമേ ഉള്ളൂ എന്ന് അവർ അവകാശപ്പെടുന്നു. പലസ്തീന്റെ പേര് കാണുവാൻ കഴിയുന്ന ഇസ്രായേലിന്റെ പേര് അവരുടെ ഭൂപടത്തിൽ ഇല്ല. എന്നാൽ ദൈവം വെച്ച പേര് ഇന്ന് വരെയും ആർക്കും മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കുമുള്ളത് ആ ദൈവത്തെ നിങ്ങളോടുള്ള സ്നേഹം നിമിത്തമായി നമുക്ക് നൽകിയിരിക്കുന്നതായ പഴയ പേര് മാറ്റി പുതിയ പേര് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. യാക്കോബ് അങ്ങനെ മുന്നോട്ട് പോകുന്നതായി കാണുവാൻ കഴിയും. ഇപ്പോൾ പേര് മാറ്റി അടുത്ത് പറയുന്ന വാക്കിലാണ്, ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും ഇതിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും ഞാൻ അബ്രഹാമിന് ഇസ്ഹാക്കിന് കൊടുത്ത ദേശം നിനക്കും തരുന്നു. കർത്താവിന്റെ സ്തോത്രം. സന്തതി മതി. അതാ ദൈവ സഭ. കർത്താവ് കൃപയാൽ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. പിതാക്കന്മാരോട് ആരാണ് ആ സന്തതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും ഒരു സംഗതി അവിടെ പറഞ്ഞിരിക്കുന്നു. ഗലാത്യർ 3:16. എന്നാൽ അബ്രഹാമിന് സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്ക് സന്തതിക്കുമെന്ന് ഏവരെ കുറിച്ചത്രേ പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തു തന്നെ, ആ സന്തതി ക്രിസ്തുവാണെന്ന് ഓർക്കണം. ആ ഏക സന്തതി യേശുവാണ്. അങ്ങനെയെങ്കിൽ യേശുവിനെ പിൻപറ്റുന്ന ദൈവവൈതല്യം ആ സന്തതിയുടെ ഗണത്തിലേക്ക് വരും. അവനെ കൊണ്ടുവരും. യേശയ്യാപ്രവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചു. യഹോവയുടെ കയ്യാൽ ഇത് വന്ന് വായിക്കാൻ അവന്റെ പ്രാണാഗ്നിയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും പിതാവിന്റെ സന്തതിയെ പിതാവ് തകർത്തു കളഞ്ഞു. തകർത്തുകൊണ്ടിരിക്കുമ്പോഴും പുത്രന്റെ സന്തതിയെ കാണുകയാണ് ആത്മാവിൽ. ആ സന്തതിയെ കണ്ടപ്പോൾ പിതാവിന് സംതൃപ്തിയായി. എന്റെ പുത്രൻ ഒരു സന്തതി, എങ്ങൾ ഭാര്യയെ ഒരു മണവാട്ടിയെയാണല്ലോ വാർത്തെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കൃഷ്ണങ്ങളിലൂടെ തന്റെ കാന്തയെ കടന്നു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. അതിനുവേണ്ടി കർത്താവ് ഇപ്പോൾ സന്തതിയെ നൽകുകയാണ് യേശു ക്രിസ്തുവിനെ. ആ കർത്താവിലൂടെ കർത്താവ് വിശ്വസിക്കുന്ന അരക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട സകലരെയും ആ സന്തതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തതിയെ ദൈവം നൽകുകയാണ്. വീണ്ടും വായിക്കുമ്പോൾ ഒരു ജാതിയായി തീരുന്നതാണ്, ഒരു ജാതിയായി മാറും. എന്നാണ് ജാതി ചോദിച്ചാൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും. യഹൂദന്മാരോ ദാസന്മാരോ ദാസനോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് വിരിക്കുന്നു. ഏക ശരീരമാക്കി തീർക്കുവാൻ ക്രിസ്തുവായ സന്തതി നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്നെ നിങ്ങളെയും ഏക ശരീരമാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചു. ആ രക്തം കൊണ്ട് ഒരേ രക്തത്താൽ ഒരേ മനുഷ്യന്റെ രക്തനിമിത്തമായിട്ടാണ് മാനവജാതി ഉളവായെന്ന് തമിഴ് ബൈബിളിൽ കാണുവാൻ കഴിയും. ഒരേ രക്തത്താൽ. സത്യമല്ലേ? ആദാം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ രക്തനിമിത്തമായി മുഴുവൻ ലോകത്തിലും മാനവജാതിയിൽ ഒഴുകുന്ന രക്തം ആദാമിന്റെ രക്തമെന്ന് ഓർക്കണം. എന്നാൽ കർത്താവിന്റെ രക്തം വിലയ്ക്ക് വാങ്ങപ്പെട്ടതായ ഒരു കൂട്ടം സന്തതിയെ കാണുവാൻ കഴിയും. ആ സന്തതിയുടെ ആ രക്തം യേശുവിന്റെ രക്തമാണെന്ന് ഓർക്കണം. എന്റെ നിങ്ങളിൽ ഒഴുകുന്ന രക്തം യേശുവിൻ്റെതാണ്. ആയതുകൊണ്ട് നമ്മെ ഒരു ജാതിയാക്കി തീർത്തിരിക്കുന്നു. ഇവിടെ യഹൂദനെന്നല്ല, യവനെന്നല്ല, ദാസനെന്നല്ല, സ്വതന്ത്രനെന്നല്ല. ജാതി വ്യത്യാസം പാടില്ല എന്നാണ് നമ്മുടെ അപ്പോസ്തല ഉപദേശ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് രൂപാന്തര ശരീരം പ്രാപിപ്പാൻ സാധ്യത. അപ്പോസ്തല ഉപദേശ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ വ്യക്തമായി ജീവിക്കുന്നു. 20 കൂട്ടം കാര്യങ്ങൾ ഉള്ളതിൽ രണ്ടാമത്തെ വിഷയമാണെന്ന് തോന്നുന്നു, രണ്ടാമത്തത് 3-ാമത്തെ ആണെന്ന് തോന്നുന്നു, ജാതി വ്യത്യാസമില്ലാത്തവർ. അങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ വരവിലേക്ക് ഇവിടെ പെട്ടുപോകും. GP-മാരൊക്കെ പഠിപ്പിക്കുന്നേ ഉള്ളൂ, പ്രാക്ടിക്കലില്ല. പക്ഷെ സഭകളിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, APC ചർച്ചകോട് ഗവൺമെന്റ് സഭകളിലൊക്കെ നമ്മൾ പുച്ഛിക്കാറുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും വിഷയമില്ല. കർത്താവിന് രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ആളാണോ, ആത്മീകരായ ആളാണോ, സ്വത്രം. പിന്നെ ഒന്നും നോക്കാം. നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് തോന്നും. ബാക്ക്ഗ്രൗണ്ട് ലക്ഷിക്കേണ്ടി വരും. പ്രിയമുള്ളവർ, യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്താൽ സമ്പാദിക്കണമെങ്കിൽ ഒരൊറ്റ ജാതിയേ ഉള്ളൂ, ഒരൊറ്റ ജാതി രക്ഷിക്കപ്പെട്ടതാണ്. ഇന്നൊക്കെ നമ്മൾ പലതും നോക്കും. പറയും ഏതാണ്ട് കുറെ പറയും കല്യാണത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ എന്തെല്ലാം ഡിഗ്രി എന്നറിയാം, എന്തെല്ലാം പരിപാടി എന്നറിയാമോ, നോക്കി അവസാനം വരുമ്പം
തരത്തിൽ വെള്ളം തരുമോ? ഉള്ളതില്ല, ആരും ഉള്ളതില്ല. മരിക്കാതെ കൊച്ചേക്ക് വെള്ളത്തിൽ അടിയത് പറഞ്ഞാൽ പാടാന്ന് പറഞ്ഞാൽ വിഷയം. നിങ്ങൾ ഓർക്കണം, മക്കളൊക്കെ സ്നേഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാ കുറെ നാൾ കഴിയുമ്പോൾ മക്കളൊക്കെ അങ്ങ് മാറും. പിന്നെ അവരുടേതായ രീതിയിലേക്ക് അങ്ങ് പോകുന്നു. പലപ്പോഴും പറയുന്ന വിഷയം, പ്രായമുള്ളത് ബഹുമാനിക്കുന്ന വിഷയത്തിൽ വിട്ടുവീഴ്ചയൊന്നും വേണ്ട. നാളെ ഞാനും പ്രായമാകുമെന്ന് ഓർക്കണം. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്യാണ അളവിൽ നടന്ന വിഷയം പറഞ്ഞല്ലോ, പെൺകുട്ടിയെ സ്നേഹിച്ചത് പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവസാനം സ്നേഹിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കുവാൻ പറഞ്ഞ താല്പര്യപ്പെട്ടപ്പോൾ ആർക്കും ഇഷ്ടമില്ല. ഇരിക്കുമ്പോൾ അപ്പച്ചന് ആ പയ്യന് ലാബിൽ ജോലിയാണ്, കെമിക്കൽ ലാബിൽ ജോലിയാണ്. അങ്ങനെ എന്തോ ഒരു കാരണത്താൽ അവിടുത്തെ കെമിക്കൽ നമ്മുടെ കണ്ണിൽ വീട് അങ്ങനെ കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയുള്ളതായ ചെക്കനെ ഈ പെങ്കൊച്ച് നേരത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്ന കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞു പറ്റത്തില്ല. കണ്ണുപൊട്ടനെ ആണോടി, എന്താ കണ്ണുപൊട്ടനെ ആണോ നീ പറയുന്നേ, കല്യാണം കഴിക്കാൻ പോകുന്നത്? ഭയങ്കര തീർപ്പായത്. അവസാനം വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് വേണ്ടെന്ന് ഒഴിവാക്കി. ആ ചെക്കനും പറഞ്ഞു, നീ എന്നെ സ്നേഹിച്ചതല്ലേ, എന്നാൽ ഈ കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നീ ആരെങ്കിലും സ്നേഹിച്ചോ, മാതാപിതാക്കൾ പറയുന്നതനുസരിച്ചോ, കാരണം എനിക്ക് നീ എൻ്റെ കൂടെ ജീവിക്കേണ്ട, കാരണം ഇങ്ങനെ കണ്ണുപൊട്ടലിൻ്റെ കൂടെ ജീവിക്കേണ്ട ആവശ്യം നിനക്കില്ലല്ലോ, ഇവിടുത്തൊക്കെ ഉള്ളതല്ലേ, അത്യാവശ്യമൊക്കെ ഉള്ളതല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഒരിക്കലും വേറെ ആളുമായി കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിഷയം, ഒരു നിവൃത്തിയില്ല. അവസാനം വീട്ടുകാർ പറഞ്ഞു, അങ്ങനെ അവളെ വാങ്ങിച്ചാൽ നിന്നെ കൊന്നുകളെന്നൊക്കെ പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ പയ്യന്റെ നിർബന്ധവും കൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ വേറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹം കഴിച്ചു. ആദ്യം പറഞ്ഞ കുഞ്ഞിന് 2 കണ്ണും ഇല്ല. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ആരെയും വിധിക്കരുത്. ഇത് സംഭവ കഥയാണെന്ന് പറയുന്നു. ഏതായാലും യാഥാർത്ഥ്യമായാലുണ്ട്. 2 കണ്ണും ഇല്ലാത്ത കുഞ്ഞിനെ ദൈവം കൊടുത്തു. ഇനിയും ആരൊക്കെ വരാതെ പറയും? അതുകൊണ്ട് ഓർക്കണം വിഷയങ്ങളിലൊക്കെ. മാതാപിതാക്കൾ പ്രായമായി വരുന്നു. ഇവിടെ വായിച്ചതുപോലെ നാം ബഥേലിലേക്ക് ചെല്ലണം. അവിടെ നിന്ന് ദൈവം കൽപ്പന നൽകുന്നു. എന്നാ കൽപ്പന നൽകുന്നത്? പുതിയ പേര് നൽകും, ഇസ്രായേൽ എന്ന് പേര് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മെ കൊണ്ടുവരുന്ന എവിടെയെന്നറിയാമോ? ഒരു ജാതിയാക്കി തീർക്കുവാൻ. പഴയ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി നീക്കിയിട്ട് ദൈവഭാഗമെ കൊണ്ടുവരുന്ന ക്രിസ്തു എന്ന സന്തതി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കാവ്യമായി സംസാരിക്കുന്ന പുണ്യ രക്തമാണ് യേശു രക്തമെന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഇപ്പോൾ യാക്കോബിന്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. കനാൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നു. കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കനാൻ ഇപ്പോൾ എത്തി. ഒടുവിലായി സംസാരിക്കുകയാണ്. 46-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നതാണ്. 46-ാം അധ്യായത്തിലെ 1-ാം വാക്യം. അനന്തരം തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർശേബയിലെത്തി തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. പോകുന്നിടത്തൊക്കെ പണ്ട് പ്രാർത്ഥനയുമില്ല, ഒന്നുമില്ല, ആരാധനയില്ല. ലാബാന്റെ വീട്ടിലായപ്പോൾ ഇപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ആരാധനയാണ്. ഇവിടെ പണിയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഇപ്പൊ നല്ല മനസ്സാക്ഷിയായി ദൈവത്തോട് മനുഷ്യർ കുറ്റമറ്റ മനസ്സാക്ഷിയൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ വലിയ സമാധാനം, സന്തോഷം, ഈ നിലവാരങ്ങളിലൊക്കെ പോവുകയാണ്. ഇപ്പോൾ ബേർശേബയിൽ വന്നിരിക്കുകയാണ്. അതാ യാക്കോബ് വായിക്കാം. അപ്പോൾ അവൻ ഞാൻ ദൈവമാകുന്നു, ഞാൻ ദൈവമാകുന്നു. പിതാവിന്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ദൈവം പറയുകയാണ്. യാക്കോബിനോട് പറയും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാൻ പോവുകയാണ്. നീ എങ്ങോട്ട് പോകണം? മിസ്രയീമിലേക്ക് പോകണം. 6-ാമത്തെ പ്രാവശ്യം കർത്താവ് സംസാരിക്കുക യാക്കോബിനോട്. എന്തിനു വേണ്ടി മിസ്രയീമിൽ പോകണം? നോക്കണം. ഞാൻ പോകേണ്ടത് അവിടെ എന്ത് ചെയ്യണം? അവിടെ നിന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴാ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
വായിക്കുമ്പോൾ കാണുവാൻ വായിക്കാൻ അടുത്ത ഭാഗം. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും. എത്ര ഭാഗ്യമെന്ന് ഓർക്ക്. യോസേഫ് ക്രിസ്തുവിന് മേലായി പഠിക്കുവാൻ കഴിയും. യാക്കോബിന്റെ ആഗ്രഹം യോസേഫിനെ കാണണമെന്നുള്ളതാണ്. എന്റെ ആഗ്രഹം യേശുവിനെ കാണണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ വാക്കിൻ പ്രകാരം യാക്കോബ് നേരെ മിസ്രയീമിലേക്ക് പോവുകയാണ്. യോസേഫ് അയച്ച രഥങ്ങൾ കാണുവാൻ കഴിയുകയാണ്. യോസേഫ് രഥങ്ങൾ അയച്ചു കൊടുത്തു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ ചൈതന്യം യാക്കോബിനുണ്ടാകുന്നതായി കാണുവാൻ കഴിയുന്നു. യോസേഫ് തന്നോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവനോട് പറഞ്ഞു. തന്നെ കൈക്ക് കൊണ്ടുപോകാൻ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ യാക്കോബിനെ വീണ്ടും ചൈതന്യം വന്ന് 46:28 വായിക്കുമ്പോൾ, എന്നാൽ യോസേഫ് തനിക്ക് വേണ്ടി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവന്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു. ഇങ്ങനെ അവർ യേശോൻ ദേശത്ത് എത്തി. യോസേഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ യേശോനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസേഫിനോട് ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്. ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞത് കൊണ്ട് ഇതാ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. യേശുവിന്റെ മുഖം കാണണം. അതാണ് നമ്മുടെ ലക്ഷ്യം. യോസേഫ് അയച്ച രഥങ്ങളിൽ ആ രഥത്തിൽ കയറി ഇതാ യാക്കോബ് പോകുകയാണ്. യാക്കോബ് യോസേഫിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഇപ്പോൾ എന്റെ മകൻ യോസേഫ് ജീവനോട് ഇരിക്കുന്നല്ലോ, ഇനി എനിക്ക് മരിച്ചാലും സാരമില്ല. ഇന്ന് പകൽക്കാലത്തോട് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ യേശുവിനെ മാത്രം കണ്ടാൽ മതി എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു. മരിക്കാൻ സമയമാകുമ്പോൾ മുത്തമോളെ കാണണമെന്ന്, ഇളയമോളെ കാണണമെന്നോ മരുമോളെ കാണണമെന്ന്, കൊച്ചുമക്കളെ കാണണമെന്നല്ല ആഗ്രഹിക്കേണ്ടത്. പിന്നെ ആരെ കാണണം? നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അത് വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിഷയം. നിങ്ങൾ നോക്കി, ഇപ്പൊ കാലം പണ്ട് കാലങ്ങളിൽ ഇതിനൊക്കെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് അപ്പഴേ അമ്മയൊക്കെ ജോലിക്കായ രാജ്യങ്ങളിൽ പോകും. അമേരിക്കയിലോ നാടുകളിലൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അപ്പോൾ മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞാൽ പോലും എന്ത് കിടത്തില്ല, അവിടെ വിസ കിടത്തില്ല. ഫോൺ ചെയ്യും, എന്താ പറയും, അപ്പൊ വരാൻ ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാനും. പക്ഷെ ഇവിടെ വിസ കോവിഡായതുകൊണ്ട് അപ്പൊ നമ്മൾ ആഗ്രഹമെല്ലാം പോയില്ല. അതുകൊണ്ട് പ്രിയമുള്ള നമുക്ക് മാനസികമായ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് യേശുവിനെ കാണാൻ നമുക്ക് താല്പര്യപ്പെടാം. അതാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളത്. നമ്മൾ സ്നേഹിച്ച് വളർത്തിയ മക്കളൊക്കെ നമ്മെ വിട്ട് പോയെന്ന് വന്നേക്കും. അവരൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. എന്നാൽ യേശുവിന്റെ മുഖം ഒരു നാളും മാറ്റപ്പെടുകയില്ല. യാക്കോബ് ഇപ്പോൾ യോസേഫിന്റെ മുഖം കാണുകയാണ്. യോസേഫിന്റെ മുഖം കണ്ടിട്ട് എന്ത് ചെയ്തു? പറയുകയാണ്, ഇപ്പോൾ എനിക്കിനി മരിച്ചാലും പിന്നെ യോസേഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഭഗവാനോട് കനാൻ ദേശത്ത് നിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും. നോക്കണം കർത്താവിന്. നമുക്ക് പോകാം. യേശു അടുക്കിലേക്ക് കർത്താവ് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. യോസേഫ് മുമ്പിൽ പോയതുപോലെ യേശു മുമ്പായി കടന്നു പോയിരിക്കുന്നു. നമുക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് വെച്ചാൽ മൂക്കിൽ ശ്വാസമുള്ളവനെ വിശ്വസിക്കരുത്. ഈ ഭൂമിയിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്. ഇന്ന് പലരും മക്കളെ വിശ്വസിച്ചിരിക്കും. സമയം വരുമ്പോൾ പിള്ളേര് കാലം മാറും. ചില മാതാപിതാക്കൾ വിശ്വസിച്ചിരിക്കും. അവർ സമയം വരുമ്പോൾ കാലം മാറും. ദൈവത്തെ, അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരും വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറയുന്നു. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ്തവങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. ഞാൻ സ്ഥലമൊരുക്കിയ ശേഷമായി
ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ കുടിയിരുത്തേണ്ടതിന് പിന്നെയും നിന്റെ അടുക്കൽ നിങ്ങളെ ചേർക്കും. ഇതാ പ്രത്യാശ. യോസഫ് മുമ്പായി പോയതുപോലെ യേശു മുമ്പായി കടന്നു പോയിരിക്കുന്നതിന്റെ ഉദ്ദേശം സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ്. മിസ്ര ദേശം കിടക്കുകയാണ് യോസഫിന്റെ സഹോദരന്മാർക്കും യാക്കോബിനും വേണ്ടി. ഇപ്പൊ രഥം ചലിച്ചു. ആ രഥത്തിൽ അപ്പനും സഹോദരങ്ങളൊക്കെ വരികയാണ്. യോസേഫിനെ കണ്ട മാത്രം കെട്ടിപ്പിടിച്ച് പറയുകയാണ്, എന്റെ മകൻ യോസേഫേ, ജീവിച്ചിരിക്കുന്നല്ലോ, എനിക്കിനി മരിച്ചാലും വേണ്ടി. ഈ ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ യാക്കോബ് മരണപ്പെടുന്ന സാഹചര്യം കാണുവാൻ കഴിയുന്നു. യാക്കോബ് മക്കളെല്ലാം വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. മക്കളെ കൊച്ചുമക്കളൊക്കെ വിളിക്കുക. അത്ര ഭാഗ്യം എന്നവർക്ക്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഒരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പച്ചന്മാരൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ വെള്ളം ഇറങ്ങത്തില്ല. അതുകൊണ്ട് സ്കൂളിലും കൊടുത്താൽ ഇറങ്ങത്തില്ല. തുണി നനച്ച്, വെള്ള തുണി നനച്ച് വെള്ളത്തിൽ മുക്കി ചുണ്ടി നനച്ച് കൊടുക്കും. വരുന്നവരൊക്കെ സ്കൂളിൽ വെള്ളം കൊടുക്കും. കണ്ടിട്ടില്ലായിരുന്നു. എന്തോ ഭാഗ്യം എന്നറിയാമോ? അമ്മച്ചീനെ കിടക്കുകയാണ്. എല്ലാവരും നോക്കുകയാണ്. അമ്മച്ചി നോക്കും. നോക്കിയപ്പോ മനസ്സിലായി ഇതെന്റെ മോളാ മനസ്സിലായി. അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് വെള്ളം കൊടുക്കും. അമ്മച്ചിയെ ചുട്ട് നനച്ച് കൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആളുകൾ എല്ലാവരും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി മെല്ലെ കണ്ണടയ്ക്കും. അല്ലെങ്കിൽ 2 പ്രാവശ്യം കഴിഞ്ഞു. ഇത്ര പ്രത്യാശ അറിയാമോ? മക്കളെല്ലാം വിളിച്ച ദൈവത്തെ കൊച്ചു കൈകാണി വിളിക്കാൻ പറയും. അതുപോലെ 1 2 നല്ലല്ലോ 10 ഇങ്ങനെ നമ്പർ കാണിക്കും. അപ്പച്ചന് നമ്പർ കാണിക്കും. അടുത്തെല്ലാം വരുന്നേ കൊണ്ട് മക്കൾ കൊണ്ട് നിർത്തും. കൊച്ചുമക്കൾ കൊണ്ട് അമ്മച്ചി അപ്പച്ച ഇതാ ഒന്ന് കൈ പിടിച്ച് തലയിൽ പിടിച്ച് വെച്ച് അനുഗ്രഹിക്കും. ഇങ്ങനെ അനുഗ്രഹം പ്രാപിച്ചവരിക്കുന്നറിയാമോ? അതിന്റെ അനുഗ്രഹമാണ് നമുക്കുള്ളത്. ഇന്ന് വേണ്ട, അതൊന്നും വേണ്ട. ഓർക്കണം, മക്കളെ അനുഗ്രഹിച്ച് വേണം ലോകം വിട്ട് പോകാൻ. പഴയ പാസ്റ്റർമാർ ഇവിടെ പാസ്റ്റർമാരുടെ വിശ്വാസികളിൽ അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. പാസ്റ്റർമാരതുപോലെ ഞാൻ ശത്രുമാർ വന്നപ്പോൾ ശത്രുപാസ്നാലും ഒരേ സമയത്താണ് വരുന്നത്. മാറും എല്ലാ ലോക്കൽ സഹോദരന്മാരെല്ലാം വിളിച്ചു. എല്ലാവരും വന്ന് റൂമിൽ മരിക്കാൻ ചില മണിക്കൂറുകൾക്ക് മുമ്പ് എല്ലാവരെയും വിളിച്ചു വരുത്തി. റൂമിൽ വന്ന് സഹോദരന്മാരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ തച്ചപ്പാറയിലായിരുന്നു. അപ്പൊ അപ്പച്ചന് പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് ഉണ്ടായിരുന്നു. പനിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു, രോഗിയായിട്ട് അപ്പച്ചനക്ക് വന്ന് നിൽക്കുന്നത് മോശമല്ലോ, ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ സോമനപ്പച്ചനായിരുന്നു. പിന്നെ പറഞ്ഞു, നീ വരുന്നില്ലേ, നിങ്ങളുടെ പനി അച്ഛൻ്റെ കാര്യം ഇച്ചിരി മോശമാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ വരാം. അപ്പൊ സാംസം പെൺപിടിച്ച് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇറങ്ങിയില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇറങ്ങിയില്ല. അവിടെ ആളുകൾ മനുഷ്യ മോശമാണ്. ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി വന്നു, കോഴിക്കോട്ടേക്ക് വന്നു. സെൻട്രൽ റൂമിലേക്ക് വന്നപ്പോൾ അപ്പച്ചൻ അവശനായി കിടക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇവിടെ സാംസങ്ങൾ പറഞ്ഞു കാണാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോൾ കണ്ണിലൊക്കെ വെള്ള പാട പോലെ ഇങ്ങനെ ആയി, മങ്ങൽ പോലെ ആയി. ദൈവത്തമ്പുരാനെ ഇനി എന്നെ മനസ്സിലാകത്തില്ലേ? കാരണം തൃശ്ശൂർ 3.5 വർഷത്തോളം നോക്കിയതാണ്. പിന്നെ ഇവിടെ വന്നിട്ടും ഏതാണ്ട് 100 ദിവസം താൻ ഇവിടെ ഉണ്ടായിരുന്നു. 100 ദിവസത്തിൽ 99% നോക്കിയതാണ്. ദൈവമേ, അവസാന സമയത്ത് എന്നെ മനസ്സിലാകത്തില്ലേ എന്ന് ഓർത്തു. ഞാൻ അടുത്ത കണ്ണിൽ കിടക്കുക അപ്പച്ചാന്ന് വിളിച്ചു. അപ്പൊ സഹോദരന്മാർ ആരാ അപ്പച്ചാന്ന് വിളിച്ചു. സമാധാനമായി കടക്കുകയാണ്. ജോലി ചേർത്ത് വിളിച്ചു. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു. അറിയാമോ? അത് അനുഗ്രഹം, പിതാക്കന്മാർ അനുഗ്രഹം. ഓരോ മാതാപിതാക്കളും മക്കളെ അനുഗ്രഹിക്കണം, കൊച്ചുമക്കളെ അനുഗ്രഹിക്കണം. യാക്കോബ് നോക്ക്, മക്കളെല്ലാം വിളിച്ചു വരുത്തി. എന്താ ചെയ്തത്? അവരെല്ലാം അനുഗ്രഹിച്ചു. അവസാനം ചെയ്തു, എല്ലാ അനുഗ്രഹങ്ങളും മറുശേഷമായി ചെയ്തു. എടുത്തു വെച്ച് പ്രാണനെ വിട്ടു. അതാ ഭാഗ്യ പദവി എന്ന് പറയുന്നത്. തന്റെ മകനായ യോസേഫ് കണ്ണുകളെ അടച്ചു. കാരണം അത് ആഗ്രഹമായിരുന്നു. യോസേഫ് വന്ന് അപ്പന്റെ കണ്ണുകൾ അടച്ചു. കാലാകാലം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞിരുന്നു, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാവിന്റെ മഹത്വം. ദൈവം മറച്ചു വെച്ചിരുന്നു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിനോട് ഇത് വാക്ക് ദൈവം പറഞ്ഞാൽ മതിയാണ്, യാക്കോബേ നീ കരയണ്ട, നിന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു, നീ ദുഃഖിക്കണ്ട.
വേദനപ്പെടേണ്ട എന്ന് അന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ പദ്ധതി എല്ലാം പൊളിഞ്ഞു പോകുമായിരുന്നു. അന്ന് യാക്കോബ് കൊണ്ടുപോകാൻ ആൾ വെച്ച് തന്നെ മരിക്കേണ്ടി വന്നുപോയി. എന്നാൽ എന്തെങ്കിലും പദ്ധതി മറ്റൊന്നായിരിക്കും. യാക്കോബ് ഇപ്പോൾ ഇതാ താൻ പ്രാണനെ വിടുന്നു. യോസേഫ് തന്നെയാണ് കണ്ണുകളടച്ചത്. കണ്ണുകളടച്ചപ്പോൾ താൻ പറയുകയാണ്, വൈദ്യന്മാരോട് പറഞ്ഞു, വേണ്ടതാ സുഹൃത്തുക്കൾ ഇടാൻ പറഞ്ഞു. അങ്ങനെ കരച്ചിൽ തുടങ്ങി. എല്ലാവരും ഇന്നലെ കരച്ച് സങ്കടമാണ്. 70ഓളം ദിവസം യാക്കോബിനെ ചൊല്ലി കരയുന്നതായി കാണുവാൻ കഴിയും. മാത്രമാണോ, വലിയൊരു ജനാവലി പോവുകയാണ്. എങ്ങോട്ട്? യാക്കോബിനോട് പിന്നെ യോസേഫ് പറഞ്ഞു, അപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ മപ്പേല എന്ന് പറയുന്ന ഗുഹയുണ്ട്, അവിടെ പോയിട്ട് അടക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചവനെ നേരെ കനാനിലേക്ക് പോകുന്നു. അവരെല്ലാം കൂടെ എന്തൊക്കെ സെറ്റപ്പ് എന്ന് അറിയാമോ? ഫറവോന്റെ പ്രമുഖന്മാർ, പ്രമാണികൾ, കോവിലധികാരികൾ, ഇവരോടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ ജനസമൂഹം കുഞ്ഞു കുട്ടികളെയും മൃഗങ്ങളെയും മാത്രം കൊണ്ടുപോയില്ല, ബാക്കി എല്ലാവരുമായി വലിയൊരു വിലാപയാത്ര. ഓർത്ത് നോക്ക്, 1-2 പേരാണോ? ഭയങ്കര ജനക്കൂട്ടം. ഇത് കണ്ട് അവിടെയുള്ള ചുറ്റുപാടുള്ള ജാതികൾ പറഞ്ഞു, ഇതാരാണ് ഇത്? മുസ്ലിമിലെ മഹാവിലാപമാണെന്ന് പറയുകയാണ്. കള്ളച്ചാട്ട് നമുക്ക് ആഗ്രഹിക്കാം. യാക്കോബ് സംസാരിച്ച 6 സന്ദർഭങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ ഒരാഗ്രഹമായിരുന്നു യോസേഫിന്റെ മുഖമൊന്ന് കാണാൻ. നീ യോസേഫിലേക്ക് ചെല്ലുവാൻ പോകുന്നു യാക്കോബ്, നീ ഭാരപ്പെടേണ്ട, നിന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ രഥം നീ കാണുന്നുണ്ടോ? ആ രഥത്തിൽ നീ കയറി യാത്ര ചെയ്യണം. ഏതാണ് ആ രഥം? പരിശുദ്ധാത്മാഭിഷേകം. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാഭിഷേകം കർത്താവ് തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം യോസേഫിന്റെ അടുക്കൽ എത്തുവാൻ, യേശുവിന്റെ അടുക്കൽ എത്തുവാൻ വേണ്ടി അവർക്ക് ചരിച്ചത് ആ രഥത്തിൽ കയറുവാൻ ഇന്ന് മകൻകാലം എത്ര പേർ ആഗ്രഹിക്കുന്നു. മഴക്കാലം മടക്കുകയാണ്. യോസേഫിനെ കണ്ടപ്പോൾ യാക്കോബ് ദുഃഖം മാറിയതുപോലെ നമ്മുടെ യേശുവിനെ കാണുമ്പോൾ നമ്മുടെ ദുഃഖം മാറുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? അതിന് നമുക്ക് തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേകം കർത്താവ് തന്നിരിക്കുകയാണ്. ഞാൻ പോകുന്നത് പ്രയോജനമാണ്. ഞാൻ പോകുന്ന കാര്യം നിങ്ങളുടെ വരികയില്ല. ഞാൻ പോയി പിതാവിനോട് ചോദിച്ചിട്ട് ആത്മാവിനെ അയച്ചു തരും. ആ കാര്യം നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അനന്തം കാണുമ്പോൾ, പരിശുദ്ധാത്മാഭിഷേകം കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്റെ യോസേഫ് ജീവിച്ചിരിക്കുന്നു, എന്റെ യേശു ജീവിച്ചിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ മുഖം കാണുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താൽ മുഴങ്കാൽ മടക്കിയാൽ ഒരൊറ്റ വാഞ്ച, ഒരൊറ്റ ലക്ഷ്യം, നമുക്ക് യേശുവിന്റെ മുഖം ഒന്ന് കാണണം. എന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നെന്ന് ആ ഭക്തൻ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ യേശു ജീവിച്ചിരിക്കുന്നു. നമുക്ക് വേറെ ആളുടെ മുഖം കാണേണ്ട ആവശ്യമില്ല. ഒന്നാമത് കാണേണ്ടത് നമ്മുടെ യേശുവിന്റെ പൊന്നുമുഖമാണ്. നമുക്ക് രക്തം തന്നവനായ, നമുക്ക് ആഹാരം തന്നവനായ ആ യേശുവിന്റെ മുഖം മാത്രം കണ്ടാൽ മതി. എത്ര പേർ വാഞ്ചിക്കുന്നു, ആഗ്രഹിക്കുന്നു? മുഴങ്കാൽ മടക്കുകയാണ്. കണ്ണുളച്ചാൽ ഒരു നിമിഷം നമുക്ക് ദൈവഭാഗം താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ മുഖം കാണുവാൻ സമയമായി. യേശുവിന്റെ മുഖം കാണുവാൻ സമയമായി. നമ്മുടെ ദുഃഖങ്ങൾ മാറും, വേദനകൾ മാറും, എല്ലാ പ്രയാസങ്ങളും നീക്കപ്പെടും. അവൻ ദൂതനോട് ജയിച്ചു. ഇതാ അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു നമ്മോട് സംസാരിക്കുകയാണ്. യേശു ജീവിച്ചിരിക്കുന്നു. രംഗങ്ങൾ കാണുമ്പോൾ അത് യാക്കോബേ ചൈതന്യം വന്നല്ലോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ചൈതന്യം ഉണ്ടാകട്ടെ, ചൈതന്യം ഉണ്ടാകട്ടെ. ഓരോ ഉള്ളങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് യേശുവിന്റെ മുഖം കാണുവാൻ സമയമായി. വേറെ ആരുടെയുമല്ല, യേശുവിന്റെ മുഖം മാത്രം കാണുവാൻ പോകുകയാണ്. അത് മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുഖങ്ങൾ കാണുവാൻ കഴിയും. യേശുവിന്റെ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവരുടെ മുഖം കാണുവാൻ കഴിയും. അത് എത്ര പേർ വിശ്വസിക്കുന്നു? മുമ്പ് പോലെ മൺമറഞ്ഞു പോയ എത്രയോ ഭക്തന്മാർ ജീവിച്ചിരുന്നു. ലോകത്തിൽ കഷ്ടങ്ങൾ സഹിച്ചു. നമ്മെക്കാൾ നിന്ദകൾ, ആക്ഷേപങ്ങൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ ഒക്കെ അനുഭവിച്ചവർ അവരെല്ലാം ഓട്ടമോട് ദിവസത്തിലേക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നു. അവർപ്പോൾ അത് വിശ്രാമ സ്ഥലത്ത് ആയിരിക്കുന്നു. താമസിയാതെ യേശുവിന്റെ പൊന്നുമുഖം കാണുവാൻ പോവുകയാണ്. നാം ചെല്ലുമ്പോൾ നമ്മോടുകൂടെ
അത് അവർക്കും കാണുവാൻ കഴിയും. നമ്മെക്കുള്ള രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു വരാനാണ്. നമ്മൾ യേശുവിന്റെ മുഖം കാണുവാൻ താല്പര്യപ്പെടാം, വാഞ്ചിക്കാം. ഹല്ലേലൂയ. ആ പൊന്നുമുഖം എത്രയോ ശോഭയുള്ളതാണ്. ആ പൊന്നുമുഖത്തേക്ക് നോക്കുമ്പോൾ ദുഃഖം മാറും, വേദനകൾ മാറും, കഷ്ടങ്ങൾ മാറും. പൊന്മുഖം എത്രയോ ശോഭയാൽ കാണുന്നേ മുൻപിലായി യേശുവേ. പൊന്മുഖം എത്രയോ ശോഭയാൽ കാണുന്നേ മുൻപിലായി യേശുവേ. പൊന്മുഖത്ത് കണ്ണ് നോക്കി വട്ടമോടി നീ വസിക്കുന്ന വ്യക്തിയായിരിക്കാം. യോസേഫിന്റെ സഹോദരന്മാർ യാക്കോബിനോട് ജീവിച്ചിരുന്നു. എന്നാൽ അവരുടെ ഉള്ളത്തിൽ കയ്പും വാശിയും വൈരാഗ്യവും പകയും വിദ്വേഷമെല്ലാം ഉണ്ടായൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ യാക്കോബ് മരിച്ചപ്പോൾ അവർ ഭയപ്പെടുകയാണ്. എന്നാൽ നിന്റെ യോസേഫ് ക്ഷമിക്കുന്നവനാണ്, സഹിക്കുന്നവനാണ്, വഹിക്കുന്നവനാണ്. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കുറ്റങ്ങൾ തുറന്നു ക്ഷമിക്കുവാൻ യോസേഫിന് കഴിയും. നമുക്ക് യേശുവിനെ ചെല്ലാം. നമ്മൾ കുറവുകൾ ക്ഷമിക്കുന്നവരാണ്, കരുണയുള്ളവരാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശു നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ സഹായിക്കും, നമ്മെ സൗഖ്യമാക്കും, നമ്മൾ കരുണാണിക്കുന്നവരാണ്. നമുക്കാലം യേശുവിലേക്ക് നമുക്ക് ചെല്ലാം. അപ്പോഴും മുഖം കാണുമ്പോൾ എത്രയോ ശോഭയാണ്. യേശുവിന്റെ മുഖം എത്രയോ ശോഭയുള്ളതാണ്. ദുഃഖങ്ങൾ തീരും, വേദനകൾ തീരും, ഭാരങ്ങൾ തീരും, എന്ന് വിശ്രാമമായിരിക്കും. സഹോദരന്മാർ ഇതാ ഗോശന്റെ ജീവിക്കുകയാണ്. അവിടെ ബുദ്ധിമുട്ടുകളെല്ലാം തീർന്നു, കഷ്ടപ്പാടുകൾ തീർന്നു, ആവലാതികൾ തീർന്നു. എന്തുകൊണ്ടെന്നാൽ സമ്പൽ സമൃദ്ധിയായ ഗോശന്റെ അവകാശമായി അവിടെ കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ കൂടെയുണ്ട്. നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി അവൻ നമ്മെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തരാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ പൊന്നുമുഖത്തിൽ നമുക്ക് നോക്കാം. യേശുവിനെ കൈവിടുകയില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാനോ അവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യേശു കൂടെയുണ്ട്. എല്ലാ നാളിലും കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാവരും തള്ളിക്കളയുമ്പോഴും 6 മാസമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ സൂക്ഷിക്കാൻ കർത്താവിന് കഴിയും. സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ഞാനോ ലോകസ്ഥലത്തോ
കൂടെ പറഞ്ഞവനായ കർത്താവ് നമ്മുടെ കൈവിടുകളും ഉപേക്ഷിക്കില്ല. യാക്കോബിനോട് യോസേഫിനെ കുറിച്ച് മറച്ചു വെച്ചവനായ ദൈവം കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അത് മഹത്വമാക്കി തീർക്കുന്നതിന് വേണ്ടി യാക്കോബേ, നിന്റെ കഴിഞ്ഞ കാലങ്ങൾ വിവിധ പരിശോധനകൾ ഒളിഞ്ഞു കടന്നുപോയി, വെള്ളത്തിൽ കൂടി കടന്നുപോയി, തീയിൽ കൂടി കടന്നുപോയി, വിവിധ പരിശോധനകൾ കടന്നുപോയി. എന്നാൽ ഞാനാണ് നിന്നെ അങ്ങനെ വിട്ടതെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് പകൽക്കാലം യേശു നമ്മൾ പറയുന്നത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ പരിശോധനകളിലൂടെ, പരീക്ഷകളിലൂടെ, നിന്ദകളിലൂടെ, ആക്ഷേപങ്ങളിലൂടെ കടന്നുപോയി ദൈവം പൈതലേ, കർത്താവ് എന്നെയാണ് കടത്തിവിട്ടത്. യേശുവാണ് അങ്ങനെ ചെയ്തത്. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്, ദൈവത്തിന്റെ മഹത്വമായതുകൊണ്ട്. എന്നിലൂടെ മഹത്വം കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ ചില കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളോട് കടന്നു പോയേ മതിയാകും. ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതേ നിന്നിലൂടെ നിന്റെ മഹത്വപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. അത്ഭുതമാക്കി തീർക്കുവാൻ, അതിശയമാക്കി തീർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം സംസാരിച്ച ആ സന്ദർഭങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അനേക വിഷയങ്ങളുണ്ടെങ്കിലും സഭയ്ക്കൊരുക്കമായി നിർത്തുവാൻ പോവുകയാണ്. ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. യാക്കോബ് യോസേഫിനെ കണ്ട് പ്രാണനെ വിട്ടതുപോലെ നമുക്ക് നമ്മൾ അവസാന സമയത്ത് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഈ ലോകം വേണ്ടി കടന്നു പോകാം. ഇത്ര പേർ ആഗ്രഹിക്കുന്നു. കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, കടുതയില്ലാത്ത, വേദനയില്ലാത്തതായ, സൗഭാഗ്യങ്ങൾ നിറഞ്ഞതായ ഒരു നിത്യഭവൻ നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോകുവാൻ എത്ര പേർ വാഞ്ചിക്കുന്നു. ആ നാളെ ഏറ്റവും ആസന്നമായി, കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. യേശുവിന്റെ വരവാണോ നമ്മുടെ മരണമാണോ എന്ന് നാം അറിയുന്നില്ല. ഏതായാലും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. യേശുവിന്റെ മുഖം ഒന്ന് കാണണം, യേശുവിന്റെ മുഖം നമുക്ക് കാണാം. അതിനുവേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചൊരു സ്തോത്രം ചെയ്യാം. കർത്താവിന് അവകാശം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി സ്തോത്രം. കോഴിക്കോട് വന്നായ പ്രാർത്ഥന. സ്വർഗപിതാവേ, ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പതിവുപോലെ ഈ പരിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനിടയാക്കിയതിനായി സ്തുതിക്കുന്നു. കടന്നു വന്നിരുന്ന സമയം മുതൽ കർത്താവ് ഞങ്ങളോട് വിവിധമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്ന കൃപയ്ക്കായ സ്തോത്രം, എന്ന പാട്ടുകൾക്കായ സ്തോത്രം, നിന്റെ അഭിഷേകത്തിനായ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഒന്നുകൂടെ പുതുപ്പിക്കപ്പെടുവാനിടയാക്കിയതിനായി സ്തുതിക്കുന്നു. ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച പുതിയ അനുഭവത്തിൽ ഓരോ ദിവസവും ജയിപ്പാൻ എല്ലാ മക്കൾക്ക് ദൈവം കൃപ കൊടുക്കണമേ. ഈ ഫലകാലം ഞങ്ങളെ കേൾപ്പിച്ച സാക്ഷികൾക്കായി സ്തുതിക്കുന്നു. സാക്ഷി പറഞ്ഞ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ. സാക്ഷി വാചകത്തിൽ അവരെ എല്ലാ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നുവോ എല്ലാം നിറവേറ്റി കൊടുത്തവരെ ജയത്തോടെ നടത്തണമേ. സാക്ഷി പറയാത്ത മക്കളെ ഉത്തമ സാക്ഷികളാക്കി ദൈവം നിലനിർത്തിക്കൊള്ളണമേ. സാക്ഷ്യം വഹിക്കുന്ന ഞങ്ങളെപ്പോഴും ഉത്സുകരായി കാണപ്പെടുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫലകാലം ഞങ്ങളെ കേൾപ്പിച്ച നിന്റെ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. ആ നല്ല ആലോചന ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ തിന്മയിൽ ഞങ്ങൾ വിടുതൽ പ്രാപിച്ച് ശ്രേഷ്ഠന്മാരായ ജീവിപ്പാൻ എല്ലാ മക്കൾക്ക് ദൈവം കൃപ കൊടുക്കണമേ. കർത്താവേ സ്തോത്രം. അതിൽ സംസാരിപ്പാൻ ദാസനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹം യോസേഫിനെ കാണണം, യോസേഫിന്റെ മുഖം കണ്ട് പിതാവ് വീണ്ടും ചൈതന്യം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. കർത്താവേ, ആ യോസേഫിന്റെ മുഖം കണ്ട് വീണ്ടും ചൈതന്യമുള്ളവരായി ജീവിച്ച് സമൃദ്ധിയായി ജീവൻ പ്രാപിച്ച് ജീവന്റെ സമൃദ്ധിയുള്ളവരായി വികസിച്ച് നിന്റെ നാമം മഹത്വപ്പെടുവാൻ നിന്റെ ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ഓരോ മക്കൾക്ക് ദൈവയുടെ ആക്കണമേ. ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചതൊന്നും വ്രതാവായി തീരാതെ ഞങ്ങളുടെ ആത്മത്തേക്കാൾ അവസാനം നന്നായി കടപ്പെടുവാൻ ഓരോ മക്കൾക്കും, ഓരോ കുടുംബങ്ങൾക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും ദൈവയുടെ ആക്കണമേ. അതിന് സംസാരിത ദാസനെ ബലപ്പെടുത്തണമേ. 1000-10,000 പ്രയോജനപ്പെടുത്തണമേ. ദൈവഹിതം പോലെ, ദൈവ ഇഷ്ടപ്രകാരം ദൈവം ഞങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങളുടെ ഓട്ടം ഓടി ഞങ്ങളുടെ വിരുദ്ധ
വായ്പാണ്ടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരുടെ സഭാചര്യങ്ങൾ നടത്തിയനായ സ്തോത്രം. ഞങ്ങളുടെ കൂട്ടത്തെ നടത്തിയനായി അടികളെ താഴ്ത്തി തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. കടന്നു പോകുന്ന മക്കളോടുകൂടെ പോകണമേ, എന്റെ സാന്നിധ്യത്തിൽ എന്നെ വെച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സമാധാനം സൂക്ഷിക്കും. നാം എല്ലാവരോടും സകല കാര്യങ്ങളോടും നാളെ പോകും.